സോ ഹായ് എവരിവൺ, ഞാൻ ഫ്രാൻസിസ് ജസ്റ്റിൻ, ടെക് വിത്ത് FGPയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇത്ര നാളായിട്ട് ഞാൻ ഒരു പക്ക ആൻഡ്രോയിഡ് യൂസറും പക്ക ആൻഡ്രോയിഡ് ഫാനും ആയിരുന്നു. കാരണം കൂടുതലും ഞാൻ ആൻഡ്രോയിഡ് ഫോൺസ് ആണ് യൂസും ചെയ്തേക്കണേ. പിന്നെ ഇപ്പൊ പെട്ടെന്ന് ഞാനൊരു iPhone 13 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു ആൻഡ്രോയിഡ് ടു 5 ഇയർ ആൻഡ്രോയിഡ് യൂസർ ടു ആൻ ഐഫോൺ യൂസർ ട്രാൻസിഷൻ എങ്ങനെയുണ്ട്, പിന്നെ ഐഫോണിലുള്ള കൂടുതൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോ അറിയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് റോളിംഗ്. സോ അടുത്തത് പോർട്സ് ആൻഡ് ബട്ടൺസ് ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ തന്നെ അലേർട്സ് ലൈറ്റും വോളിയം റോക്കേഴ്സും വരുന്നുണ്ട്. താഴെ സ്പീക്കർ ഗ്രില്ലും ലൈറ്റിംഗ് പോർട്ടും വരുന്നുണ്ട്. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ പവർ ഓൺ ഓഫ് ബട്ടൺ, ടോപ്പിലേക്ക് നോക്കിയാൽ പ്ലെയിൻ ആണ്. ഇതാണ് പോർട്സ് ആൻഡ് ബട്ടൺസ് വരുന്നത്. ഇതിന്റെ ചാർജിങ് സ്പീഡ് 20 വാട്ടിന്റെ ആപ്പിളിന്റെ സ്റ്റാൻഡേർഡ് ചാർജ് ചാർജ് ചെയ്താൽ ഒരു 1.5 അവർ കൊണ്ട് ഫുൾ ചാർജ് ആവും. ബട്ട് 20 to 80 ആ ഒരു മാക്സിമം ചാർജിങ് സ്പീഡ് ആ റേഞ്ചിലായിട്ടാണ്. ഒരു 1 അവർ കൊണ്ട് 20 to 80 ഓർ 0 to 80 വിത്തിൻ 1 അവർ കൊണ്ടാവും. പിന്നെ ഇതില് ചാർജറിങ് ബോക്സിൽ ഇൻക്ലൂഡ് അല്ല, പക്ഷെ എക്സ്ട്രാ ആയിട്ട് ആപ്പിളിന്റെ സ്റ്റാൻഡേർഡ് ചാർജർ തന്നെ വേണം. അത് ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസറിന് എന്ന രീതിയിൽ അതൊരു പോരായ്മ തന്നെയാണ്. കാരണം 2000 വർത്തുള്ള ചാർജ് എക്സ്ട്രാ വാങ്ങുന്നതും ഒരു പോരായ്മ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് വരുന്നത് 12+12 എന്ന ബേസിക് ഫീച്ചറാണ്. പക്ഷേ ഇതിൻ്റെ ക്യാമറ ഫുട്ടേജസും ഇതിൻ്റെ വീഡിയോ സാമ്പിൾസും അടിപൊളിയാണ്. ഇതിൻ്റെ ലിങ്ക്, ജിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോയിലേക്ക് വരുമ്പോൾ 4K 60 FPS ഫ്രണ്ടും ബാക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിൽ 12+12 ഫ്രണ്ടിൽ 12 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൻ്റെ വീഡിയോ സാമ്പിൾസിന് കുറച്ചും കൂടെ നാച്ചുറൽ ടോണാണ്. ഈ സാധാ ആൻഡ്രോയിഡ് ഫോൺ കമ്പാരിറ്റീവ്ലി ഒരു നാച്ചുറൽ ടോണാണ് ഇതിന് തരുന്നത്. വേറെ ഇതിൻ്റെ നൈറ്റ് ഫോട്ടോഗ്രാഫിയും അടിപൊളിയാണ്. പോരാത്തതിന് ഇതിൻ്റെ വീഡിയോഗ്രാഫി അടിപൊളിയാണ്. എക്സ്പെഷ്യലി സിനിമാറ്റിക് വീഡിയോഗ്രാഫി ഒരു ഫോൺ, ഈ ഒരു 60,000 റേഞ്ചിൽ ഒരു ഫോണിനും അങ്ങനെ സിനിമാറ്റിക് വീഡിയോഗ്രാഫി ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ iPhone 13 വരുന്നുണ്ട്. iPhone 13 സീരീസ് മുതലാണ് അത് വരുന്നത്. നൗ കമ്മിങ് ടു ദ പെർഫോമൻസ് A15 ബയോണിക് ചിപ്പ് ഇതിൽ വരുന്നുണ്ട്. 60,000 കാറ്റഗറിയിൽ ബെസ്റ്റ് ഓൾറൗണ്ട് പെർഫോമൻസും ഗെയിമിംഗ് ആയാലും ഡേ ടു ഡേ യൂസേജ് ആയാലും ഹൈ എൻഡ് ഗെയിമിംഗ്, COD, PUBG, പിന്നെ Assault 9 അങ്ങനെ ഒരു 10 to 15 GB സ്റ്റോറേജ് വരുന്ന ഗെയിംസ് പോലും അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഒത്തിരി ഹീറ്റിംഗ് പ്രോബ്ലംസും വരുന്നില്ല. സോ അടുത്ത് വരുന്നത് CODയുടെ ഗെയിം പ്ലേ ആണ്. അത്യാവശ്യം സ്മൂത്ത് ആയിട്ടും നല്ല ഗ്രാഫിക്സ് ക്വാളിറ്റിയിൽ തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. വെരി ഹൈ മാക്സിമം സെറ്റിംഗ്സിൽ തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത് വരുന്നത് Assault 9ന്റെ ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. അത്യാവശ്യം നല്ല സ്മൂത്തും നല്ല ഗ്രാഫിക്സ് ക്വാളിറ്റിയോടെ തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ഗെയിം പ്ലേ കണ്ടു നോക്കോളും. അടുത്തത് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ്. നല്ല അടിപൊളി ക്രിസ്പ് ആൻഡ് ക്ലിയർ ഡിസ്പ്ലേ ആണ്. ഫുൾ 800 നിറ്റ്സ് ബ്രൈറ്റ്നസ്സും തരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സെറ്റപ്പ് സ്പീക്കറും വരുന്നുണ്ട്. ഇയർ പീസിൽ കൂടെയാണ് ഫ്രണ്ട് സ്പീക്കർ വരുന്നത്. സ്പീക്കറുടെ ക്വാളിറ്റിയും അടിപൊളി തന്നെയാണ്. അടുത്തത് തന്നെ പ്രോസ് ആൻഡ് കോൺസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോസ്, ഒരു അലേർട്ട് സ്ലൈഡർ വരുന്നുണ്ട്. വേറെ ഒരു കോമ്പാക്ട് ഫോൺ സൈസ് ആയതുകൊണ്ട് തന്നെ ഒരു 6.1 ഇഞ്ച് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. കാരണം 6.7, 6.8, 6.5 ആ റേഞ്ചിലാണ് കൂടുതലും ആൻഡ്രോയിഡ് ഫോൺസ് ഇറക്കുന്നത്. അപ്പോൾ ഒരു കോമ്പാക്ട് സൈസുള്ള ഫോണാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറാസ് അടിപൊളിയാണ്. വീഡിയോ റെക്കോർഡിംഗ് ആയാലും എക്സ്പെഷ്യലി സിനിമാറ്റിക് വ്യൂ, ഫ്രണ്ട് 4K 60 FPS അങ്ങനെ പല പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. കോൺസ് വരുന്നത് വെച്ചാൽ 120 Hz ഡിസ്പ്ലേ ഇല്ല. അത് എല്ലാ പ്രൈസ് സെഗ്മെന്റിലും ഒരു 15K പ്രൈസ് സെഗ്മെന്റ് മുതൽ തന്നെ 120 Hz ഡിസ്പ്ലേസ് വരുന്നുണ്ട്. ആ ഒരു സ്മൂത്തി സ്നാപ്പി ഫീല് ഈ ഫോണിന് വരുന്നില്ല.
വേറെ 64 മെഗാ പിക്സൽ ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു സൂം, ഇപ്പം നമ്മളൊരു ഫോട്ടോ, ഒരു നേച്ചറിൻ്റെ ഫോട്ടോയോ ഒരു നല്ല റെസൊല്യൂഷൻ കൂടി ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ ആ ക്ലാരിറ്റി ഡ്രോപ്പ് ആവുന്നുണ്ട്. അത് 64 മെഗാ പിക്സലോ ഒരു കൂടിയ റെസൊല്യൂഷനുള്ള ക്യാമറ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. വേറെ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നില്ല. അത് ഫേസ് ഐ ഡിയും മാത്രമേ വരുന്നുള്ളൂ. കൊണ്ട് തന്നെ ഇപ്പോൾ എക്സ്പെഷ്യലി എന്തെങ്കിലും കേസിൽ ഫേസ് ഐ ഡി വർക്ക് ചെയ്യാതിരിക്കുക, അപ്പോൾ നമ്മൾ പാസ്വേഡ് തന്നെ അടിക്കേണ്ടി വരും. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ, അറ്റ്ലീസ്റ്റ് ഒരു സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ എങ്കിലും വയ്ക്കുമായിരുന്നു. സോ കമ്മിങ് ടു ദ ഫൈനൽ വെർഡിക്റ്റ്, ഒരു 60K പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺസ് തന്നെയാണത്. ഇത് 2021 സെപ്റ്റംബർ മന്തിൽ ഇറങ്ങിയ ഫോൺ ആയിട്ട് പോലും തന്നെ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസും നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആയാലും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ, ഒരു ബ്രാൻഡ് വാല്യൂ എല്ലാം തരുന്നൊരു ഫോൺ തന്നെയാണ്. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. താങ്ക് യു. Closed doors, I'm a fool for your love.